ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഇന്നലെ തറവാട്ടമ്പലത്തിൽ കള ഉണ്ടായിരുന്നു. ഓ അതുകൊണ്ട് ഞാൻ ഇന്നലെ 12 മണിക്ക് അവിടുന്ന് പോന്നു. ഓ അത് ശരി. ഇപ്പൊ അമ്മയെ ഞങ്ങൾക്ക് കാണാം. ഇന്നലെ അമ്മ ഞങ്ങളുടെ അവിടെ നിന്ന് ക്യാമറാമാൻമാരൊക്കെ വന്ന് എടുത്തപ്പോഴേ അമ്മ അവിടെ ഇങ്ങനെ തിരുത്തോണ്ടിരിക്കുന്നത് കാണാം. കാല് നീട്ടിയിട്ട് ആ. ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു നീല ഉടുപ്പിട്ട ഒരു ചേച്ചി ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. ആ ചേച്ചിയാണോ ഭവാനി? അല്ല, അതാണോ ഭവാനി? അതാണ് ഭാവാനി. അതാണ് ഭവാനി. എല്ലാവരും ഭാവാനി അതാ. തമാശയൊക്കെ. എൻ്റെ തൊട്ടടുത്തിരിക്കണതാണ് ഭാവാനി. ആ, ഈ ഭവാനി ഈ അപകടത്തിൽ പെട്ടുവോ അതോ രക്ഷപ്പെട്ടുവോ? രക്ഷപ്പെട്ടു ആള് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വീണു, കാലിന് എന്തോ ചെറിയ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല അതിനെ പറ്റി. ഈ പ്രേമാമ്മയ്ക്ക് ഇവരെയൊക്കെ എത്ര കാലമായിട്ട് അറിയാം? ഇപ്പൊ അവിടെ പണിയെടുത്തോണ്ടിരുന്ന ആൾക്കാരെ? ആ, ഇവിടെ ഞാൻ 4 വർഷമായിട്ടുള്ളൂ. ഇവിടെ ഇപ്പം ഈ പണിയണോടത്ത് അപകടം നടന്നിടത്തേക്ക് വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഓ ഓ. വീട്ടിൽ ആരൊക്കെ ഉണ്ടമ്മ? എനിക്ക് 2 മക്കള്. ആ. അവരെയൊക്കെ കല്യാണം കഴിഞ്ഞു. അവരുടെ ഭാര്യയും പിന്നെ ഈ 2 മക്കള് 2 ആൾക്കുണ്ട്. ഓ ഓ. ഇപ്പൊ 74 വയസ്സായി, വീണ്ടും ഈ പണിക്കൊക്കെ പോവേണ്ടി വരുന്നു അല്ലേ? എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലേ ഞാൻ പോണത്. ഞാൻ ചെറുപ്പം മുതൽക്ക് പണിതായിരുന്ന പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോണത്. മക്കൾക്ക് ആർക്കും ഞാൻ ഈ പണിക്ക് പോണത് താല്പര്യമില്ല. അങ്ങനെ അപകടം വന്നു ഇതൊക്കെ ആയപ്പോൾ അപ്പോഴും ഇന്നെ ഇവിടെ വന്നപ്പോൾ ചീത്ത പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ എൻ്റെ മൂത്ത മോൻ എന്നെ ചീത്ത പറഞ്ഞു. എന്തിനാ ഞങ്ങളോട് പറഞ്ഞ് കേൾക്കാതെ പോയതല്ലേന്ന് പറഞ്ഞ് അവൻ കുറേ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഈ പണി ചെയ്യുന്നത് ഇഷ്ടമാണല്ലേ? പൂരത്തിന്റെ അതെന്താ അതിനോടൊരു പ്രത്യേക ഇഷ്ടം ഈ പണി ചെയ്യുന്നതിനോട്? എനിക്കിത് അതിപ്പം നമ്മൾ ചെറുപ്പം മുതൽക്ക് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ അധ്വാനമുള്ള പണിയല്ല, ഇരുന്ന് പണിയേണ്ട പണിയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണു, പൈസയും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ പോണു. അല്ലാതെ വേറൊരു പ്രത്യേക ഇഷ്ടമൊന്നുമില്ല. നമുക്ക് പൈസ കിട്ടും.